അധ്യായം 2. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടെന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്കെന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ജസ്രയേൽക്കാരി അഹീനോവം, കർമ്മേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദാ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേസ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തതെന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേസ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ചവനെ അടക്കം ചെയ്യുകൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കുകൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പീൻ. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പറയിച്ചു. എന്നാൽ ശൗലിൻ്റെ സേനാപതിയായ നേരിൻ്റെ മകൻ അബ്നേർ ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ ഗിലെയാദ്, അശൂരി, ജസ്രീൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രയേലിയർക്കും രാജാവാക്കി. ശൗലിൻ്റെ മകനായ ഈശ്ബോശത്ത് ഇസ്രയേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദാഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദാഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിൻ്റെ മകൻ അബ്നേരും ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിൻ്റെ പടയാളികളും മഹനീമിൽ നിന്ന് ഗിബെയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിൻ്റെ പടയാളികളും പുറപ്പെട്ട് ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിൻ്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിൻ്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിൻ്റെയും ഭാഗത്തു നിന്ന് 12 പേരും ദാവീദിൻ്റെ പടയാളികളിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിൽ അടുത്തു. ഓരോരുത്തരും താന്താൻ്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബെയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് അസൂരീം എന്ന് പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രയേലിലും ദാവീദിൻ്റെ പടയാളികളോട് തോറ്റുപോയി. അവിടെ യോബാബ്, അബീശായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി ആയിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി. നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതേ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാലിക്കാരിൽ ഒരുത്തിനെ പിടിച്ച് അവൻ്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടിവീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും വിട്ടുമാറുവാൻ അവൻ മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസാഹേൽ മരിച്ചു കിടക്കുന്നിടത്ത് വന്നവരൊക്കെയും നിന്നുപോയി. യോവാബും അബീശായിയും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബെയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീന്യർ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്ന് സംഹരിച്ചുകൊണ്ടിരിക്കണമോ? ഒടുവിൽ കൈക്കുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിക്കാൻ നീ എത്രത്തോളം താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ് നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളം ഊതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്നു. യോർദാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനീമിലെത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ടു മടങ്ങി ജനത്തെയൊക്കെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ പടയാളികളിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ പടയാളികൾ ബെന്യാമീനെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവർ എടുത്ത്
ബേത്ത്ഹേലേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിലെത്തി.